പിന്നെ പറഞ്ഞു അപ്പാനിച്ചേട്ടന്റെ പി ആർ ചെയ്യുന്ന അതേ ആൾ തന്നെയാണ് അനുമോൾ വിളിക്കുന്നത്. ഇവിടെ അപ്പാനിശരത്തിന്റെ ആൾക്കാർ എന്നെ ചെയ്ത് വിളിച്ചോണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ നീ കാരണം അപ്പാനിച്ചേട്ടൻ ഔട്ടായി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ അപ്പാനിച്ചേട്ടനെ വിളിച്ചു, ചേട്ടാ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അപ്പാനിച്ചേട്ടൻ്റെ വീട്, എനിക്ക് നടന്നുള്ള ദൂരമുള്ളൂ. ഞാൻ ചേട്ടനെ വിളിച്ചു, ചേട്ടാ ഞാനാണ് നിങ്ങളുടെ പി ആർ എന്നാണ് പറയുന്നത്. പുള്ളിയോട് പറഞ്ഞത് നീയാണ് പി ആർ എന്നെങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നേ. മനസ്സിലായോ? അതിൽ വലിയ തെളിവൊന്നും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രതികരിക്കണല്ലേ, എന്തിനു പ്രതികരിക്കണം? കാരണം പുള്ളിക്ക് അതിനൊരു ടൈമില്ല. പുള്ളി അവിടെ പുള്ളിയുടെ ഐഡന്റിറ്റി ബിഗ് ബോസ് അല്ല. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ നമ്മളിത് ഒരു എപ്പിസോഡിലൊന്നും വന്നിട്ടില്ല, ലൈവിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എവിക്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസും കേട്ട കണ്ടസ്റ്റൻസിൻ്റെ അവിടെ നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് അനുമോൾ പറഞ്ഞത് എന്താണ്, ഈ അപ്പാനിശരത്തിന് വന്നിരുന്ന, അത് അപ്പാനിശരത്തിന് പി ആർ ഉണ്ടായിരുന്നില്ല ആക്ച്വലി, അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അപ്പാനിശരത്തിനെ എൻക്വയറി ചെയ്ത ഒരാള്, കാരണം അപ്പാനിശരത്തിന് അത്യാവശ്യം നല്ല പേയ്മെന്റ് ഉണ്ടായിരുന്നു, കാരണം ആള് സെലിബ്രിറ്റി ആയതുകൊണ്ട് നല്ല പേയ്മെന്റ് ഉണ്ടായിരുന്നു. ആ പേയ്മെന്റ് കണ്ടുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ഞങ്ങൾ പി ആർ ചെയ്ത് തരാം. അപ്പോൾ അപ്പാനിച്ചേട്ടനും ബിഗ് ബോസിൽ പോയതിന് പല കാരണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ എന്താ പറയുക, അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് 16 ലക്ഷം 15 ലക്ഷം ഒക്കെ ചോദിച്ച ആൾക്കാർ ചെന്നിട്ടുണ്ടായിരുന്നു. അതേ ആൾക്കാർ അനുമോളുടെ അടുത്തും ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുമോളുടെ ഫോണിൽ ആ ചാറ്റ്സ് ഇപ്പോഴും ഉണ്ട്.